കുക്ക് ബുക്ക്. ഐ എം ഷെഫ് സാജു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മലയാളിയുടെ സ്വന്തം പൊറോട്ട. നമ്മൾ വീടുകളിൽ പൊറോട്ട ഉണ്ടാക്കാൻ മടിക്കുന്നത് അത് വീശി അടിക്കേണ്ടതുകൊണ്ടാണ്. എന്നാൽ വീശി അടിക്കേണ്ടാത്ത ഏറ്റവും സിമ്പിളായ നല്ല ലെയറായ പൊറോട്ട ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ അടുത്ത വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പൊറോട്ടയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് കണ്ടാലോ? മൈദ, സൺഫ്ലവർ ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്തത്, പഞ്ചസാര, ഉപ്പ്. ഇനി നമുക്ക് പൊറോട്ടയ്ക്ക് വേണ്ട ഡോ എന്ന് തയ്യാറാക്കി എടുക്കാം. അതിന് 4 കപ്പ് മൈദ എന്ന് പറഞ്ഞാൽ 450 ഗ്രാം മൈദ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മള് മുട്ടയോ പാലോ ഒന്നും ചേർക്കുന്നില്ല. അതിന് കാരണം മുട്ട ചേർത്താൽ മുട്ടയുടെ ഒരു ടേസ്റ്റ് വരും. പിന്നെ ഒരു മഞ്ഞ കളറിലിരിക്കും പൊറോട്ട. നല്ല വൈറ്റ് കളറിൽ നല്ല നന്നായിട്ട് കിട്ടും ഇങ്ങനെ ചെയ്താൽ തന്നെ. നമ്മൾ ഏകദേശം 1 കപ്പോളം വെള്ളമാണ് നമുക്ക് വേണ്ട വരിക. 1 കപ്പ് 1.25 കപ്പ്, അത് മൈദയുടെ ഐറ്റം അനുസരിച്ചിരിക്കും. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ പഞ്ചസാര ഇട്ടാൽ നല്ല ടേസ്റ്റും ഉണ്ടാകും. പൊറോട്ടയുടെ മേലെ ഒരു പാച്ച് ആയിട്ട് ഒരു ബ്രൗൺ കളറിൽ കാണില്ലേ, അതും നന്നായിട്ട് വരും. പഞ്ചസാര നമ്മൾ ചുടുമ്പോ കാരമലൈസ് ആവുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ടേബിൾ ടോപ്പിലോ അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു പ്രതലത്തിലോ ഇട്ടിട്ട് ഒരു 15 മിനിറ്റും കൂടി നന്നായിട്ട് കുഴച്ചു കൊടുക്കണം. അല്പം മൈദ ഇടാം. എന്നിട്ട് ആദ്യം തന്നെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അത് കഴിഞ്ഞ് മൈദ ശരിക്കും സ്ട്രെച്ച് ചെയ്യണം. ഇങ്ങനെ ഒരു 15 മിനിറ്റോളം കുഴച്ചെടുക്കണം. ഇതിങ്ങനെ വിട്ടുപോകാത്ത പരുവത്തിലേക്ക് ആവണം. നമ്മളിങ്ങനെ വലിച്ചു കുഴയ്ക്കുമ്പോഴാണ് ഇതിനൊരു ചൂവി എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ, ഇവിടെ ചുഴിങ്കത്തിന്റെ ഒക്കെ പോലെ പൊറോട്ട വരാൻ കാരണം. അപ്പൊ ഇതിങ്ങനെ വലിച്ചു കുഴയ്ക്കുമ്പോ ഇതിനകത്ത് കുറച്ച് ഗ്ലൂട്ടൻ ഫോം ചെയ്യും. ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞാൽ എന്തായാല് പ്രോട്ടീൻസും മിനറൽസും ഒക്കെ ചേർന്ന സാധനങ്ങളാണ്. അപ്പൊ ഇതിങ്ങനെ നന്നായിട്ട് ഒരു 15 മിനിറ്റ് എങ്കിലും നന്നായിട്ട് കുഴക്കണം. ഇതിങ്ങനെ വിട്ടുപോകാത്ത രീതിയിലേക്ക് ആയി വരണം. ഏകദേശം 15 മിനിറ്റ് നമ്മളിപ്പോ സ്ട്രെച്ച് ചെയ്തു. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മൈദ കഴിച്ചുകൊണ്ട് വല്ല ഗുണമുണ്ടോന്ന്. മൈദയിൽ ശരിക്കും അതിന്റെ ഗോതമ്പിന്റെ തവിടൊക്കെ എടുത്തിട്ട് വരുന്ന ഭാഗമാണ് മൈദ. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. മൈദയിൽ പ്രത്യേകിച്ച് വിറ്റാമിൻസോ മിനറൽസോ ഒന്നും ഉണ്ടാവില്ല. കാർബോഹൈഡ്രേറ്റ്സ് മാത്രമാണുള്ളത്. അതാണ് ഞാൻ പറഞ്ഞ മൈദ കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ചുള്ള ഗുണങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. ഇപ്പോൾ പൊറോട്ടയ്ക്കുള്ള ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കണം. ഇതിലൊരൽപ്പം എണ്ണ തടവണം. എണ്ണ എന്ന് പറഞ്ഞാല് നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തതാണ്.
അടിയിൽ നമ്മൾ പരട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഡോ എടുത്ത് ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ട് ഇതിന്റെ മുകളിലും കുറച്ച് എണ്ണ പരട്ടി കൊടുക്കണം. എന്നിട്ട് ഒരു നനഞ്ഞ ക്ലോത്ത് ഇട്ട്, നനഞ്ഞ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ഒത്തിരി നനവ് വേണ്ട, നമ്മൾ നനച്ച് പിഴിഞ്ഞെടുത്ത ക്ലോത്ത് അതിട്ട് മൂടി വെച്ചിട്ട് ഒരടപ്പും വെച്ച് മൂടണം. ഇതിനി ഇങ്ങനെ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും ഇരിക്കണം. 2 മണിക്കൂറൊക്കെ ആയാൽ അത്രയും നല്ലതാണ്. നമുക്കിപ്പോ 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ പൊറോട്ടയ്ക്കുള്ള ഡോ മിക്സ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറായി. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, വിരലും കൊണ്ട് ഇങ്ങനെ കുത്തുമ്പോൾ തന്നെ ഇറങ്ങി പോകുന്നുണ്ട്. ഈ പരുവമായി കിട്ടണം. ഇനി നമുക്ക് ഇത് എടുത്തിട്ട് ബോള് പിടിച്ചെടുക്കാം. പാത്രം നീക്കി വെക്കാം. കുറച്ച് എണ്ണ കൂടി ഇവിടെ തടവി കൊടുത്തിട്ട് നമുക്കിത് ബോൾ പിടിക്കണം. ചപ്പാത്തിനേക്കാളും കുറച്ചുകൂടെ വലിയ ബോള്, ഏകദേശം ഈ സൈസിലുള്ളത് 8 ബോൾ കിട്ടുമായിരിക്കും. ഇതിന് ഉള്ളിലേക്ക് തിരികെ കയറ്റിയിട്ട് വേണം ബോൾ പിടിക്കാൻ. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അടക്കി വെക്കണം. നമ്മുടെ എല്ലാ ബോളുകളും നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ കുറച്ചുകൂടെ എണ്ണ തേച്ചിട്ട് ഒരു 20 മിനിറ്റും കൂടെ മൂടിയിടണം. നേരത്തെ ക്ലോത്ത് തന്നെ വെച്ചിട്ട് മൂടിയാൽ മതി. ഇപ്പോൾ പൊറോട്ടയ്ക്ക് വേണ്ട ബോള് പിടിച്ചു വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. കൈ കൊണ്ട് തന്നെ പരത്തിയാൽ മതി. ബോള് ഒരു പ്ലേറ്റിൽ മാറ്റുന്നുണ്ട്. കുറച്ച് എണ്ണ കൂടി തടവാം. ഒരു കൗണ്ടർ ടോപ്പിന്റെ മുകളിലിട്ട് പരത്തിയെടുത്താൽ മതി. കൈയും കൊണ്ട് കൈന്റെ ഈ ഭാഗം വെച്ച് പരത്തുന്നതായിരിക്കും നല്ലത്. നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. എത്ര നൈസാവോ അത്രയും നല്ലത്. നടുഭാഗമൊക്കെ ശരിക്കും നന്നായിട്ട് പരത്തണം. ഇങ്ങനെ കൈ കൊണ്ട് അമർത്തി കൊടുത്താൽ മതി. ഇപ്പൊ നന്നായിട്ട് പരന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഇതിന്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ എന്ന് പറയുന്നത് ഞാൻ ഓയിലും വെജിറ്റബിൾ ഓയിലും സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്തു. ഇനി നമുക്ക് അല്പം പൊടി കൂടി ഇട്ട് കൊടുക്കാം. അല്പം മതി, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ്. ഇനി ഈ പൊടി ഒന്ന് പരത്തി കൊടുക്കാം.
ഇനി ഒരു കത്തി എടുത്തിട്ട് ഇങ്ങനെ ഒരു 1/2 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ ഒക്കെ നീളത്തില് വീതിയില് ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം നന്നായിട്ട്. ഇപ്പൊ മുഴുവൻ ഭാഗങ്ങളും മുറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടുപ്പിച്ചു കൊടുക്കണം. പിടിക്കൊന്നുമില്ല. ഞാനിപ്പോ 3 തരത്തില് ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതൊരു തരം. ഇനി അടുത്തത് പരത്തുമ്പോ അടുത്തത് കാണിച്ചു തരാം. ഇനി ഇതൊന്ന് സ്ട്രെച്ച് ചെയ്യും. എന്നിട്ട് ഇതേപോലെ ചുരുട്ടിയെടുക്കും. ലാസ്റ്റ് പോർഷൻ ഇതിന്റെ ബാക്കിൽ വെച്ച് ഒന്ന് അമർത്തി കൊടുക്കും. അപ്പൊ നമ്മുടെ ഒരു ബോള് നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബോളും കൂടെ പരത്തിയെടുക്കാം. ഇത് നമ്മൾ ചുറ്റുന്ന വേറൊരു വിധത്തിലാണ്. നല്ല എണ്ണ ഉപയോഗിക്കണം. എണ്ണയാലും പിശിക്കരുത്. ഇത് പരന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നേരത്തെ പോലെ തന്നെ എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് ഒരല്പം പൊടി കൂടി ഡസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതും കൈകൊണ്ട് എല്ലായിടത്തും ഒന്നും ആവാൻ പാകത്തിന് തേച്ചു കൊടുക്കും. ഇനി നമുക്ക് ഇത് രണ്ടായിട്ടൊന്ന് മുറിക്കാം. മുഴുവൻ മുറിക്കരുത്, ഒരുവിടം വരെ മതി. എന്നിട്ട് ഒരു വശം കൂടെ എടുത്തിട്ട് നല്ല സ്ട്രെച്ച് ചെയ്ത് വലിക്കുക. നല്ല നീളത്തിൽ കിട്ടി. ഇനി നേരത്തെ പോലെ തന്നെ ചുറ്റിയെടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുക. അടുത്ത റോളും റെഡിയാക്കി. ഇനി അടുത്ത ടൈപ്പ് നേരത്തെ പോലെ തന്നെ എണ്ണ ഇടുക, റോൾ എടുക്കുക, നന്നായിട്ട് പരത്തി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ റോളർ പിൻ ഉപയോഗിച്ച് പരത്താട്ടോ. പക്ഷെ കൈ കൊണ്ട് പരത്തുന്നതായിരിക്കും നന്നാവാന്ന് എനിക്ക് തോന്നുന്നു. ഈ റോള് പരത്തിയിട്ടുണ്ട്. ഇനി വീണ്ടും എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ പോലെ തന്നെ പൊടി. ഇനി നമ്മള് മുമ്പ് ലച്ച പൊറോട്ട ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തില്ലേ, അതേപോലെ ഫോൾഡ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഇതൊരൽപ്പം സ്ട്രെച്ച് ചെയ്യാം. നന്നായിട്ട് ചെയ്യാം, പൊട്ടിപ്പോകുന്നില്ല. ഇനി നമുക്ക് ഇത് ചുരുട്ടിയെടുക്കണം. അടിയിലേക്ക് വെച്ചു കൊടുക്കും.
ഇപ്പം പൊറോട്ടയ്ക്ക് വേണ്ട എല്ലാ ബോളുകളും നമ്മൾ വരത്തിയെടുത്തു കഴിഞ്ഞു. ഇനി ഇത് വീണ്ടും എണ്ണ തടവിയിട്ട് ഒരു 15 മിനിറ്റ് കൂടെ റെസ്റ്റ് ചെയ്യാൻ പറ്റും. അന്നേരം വീണ്ടും മൂടി വെക്കണം ക്ലോത്ത് ഇട്ടിട്ട്. നാല് കപ്പ് പൊടിയിൽ നിന്ന് നമുക്ക് 8 പൊറോട്ടയ്ക്കുള്ള മാവാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇനി ഒരു 15 മിനിറ്റ് കൂടെ മൂടി വെക്കും. പൊറോട്ടയ്ക്ക് വേണ്ടി ചുറ്റി വെച്ചിട്ട് 15 മിനിറ്റ് ആയി. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. ആദ്യം ഇതെല്ലാം കൂടെ നീക്കി വെക്കാം. അങ്ങോട്ടൊന്ന് എടുക്കുന്ന അല്ലാത്തത് മൂടി വെക്കുന്നത് തന്നെ നല്ലത്, അല്ലെങ്കിൽ വലിഞ്ഞു പോകും. കൈ കൊണ്ട് തന്നെ പരത്തിയാൽ മതി. നൈസായിട്ട് പരത്തിയെടുക്കണം. ഇത് പരന്ന് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായിട്ടുണ്ട്, നല്ല ചൂടായി. ഇതിലേക്ക് പൊറോട്ട ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഹീറ്റിൽ വെക്കണം. പൊറോട്ടയുടെ കളർ മാറി വന്നിട്ടുണ്ട് മേലെ. അപ്പൊ നമുക്ക് കുറച്ച് എണ്ണയാക്കി കൊടുക്കാം. കുറച്ച് മതി. ഇനി ഒന്ന് മറിച്ചിടാം. ഈ സൈഡിലും അല്പം എണ്ണയാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു 3 തവണ മറിച്ചിട്ട് കൊടുക്കണം. പൊറോട്ട ആയിട്ടുണ്ട്. നമുക്ക് എടുത്ത് മാറ്റിയിട്ട് അടുത്ത പൊറോട്ട ഇട്ട് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അടുത്ത പൊറോട്ടയും കൂടെ പരത്തി വെക്കാം. ഒരു 3 പൊറോട്ട ആയിട്ട് വേണം അടിച്ചു കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ 4 പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ. കണ്ടോ, നല്ല ലെയർ ആയ പൊറോട്ടയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. എല്ലാ പൊറോട്ടയും ചുട്ടെടുത്തു. ഇനി നമുക്കിത് ഒന്നുകൂടെ ബാക്കി അടിക്കാനുള്ള പൊറോട്ടയും കൂടെ അടിച്ചെടുക്കാം. നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പൊറോട്ട പോലെ തന്നെ. പിന്നെ ഒരു കാര്യം, പൊറോട്ടയുടെ ആരാധകർ കേരളക്കാർ മാത്രമല്ല. ഞാൻ വർക്ക് ചെയ്ത റിസോർട്ടുകളിലൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകൾ വരെ കേരള പൊറോട്ടയ്ക്കായുള്ള ആവശ്യക്കാരായിരുന്നു. വരുന്ന ഉടനെ പറയും ഞങ്ങൾക്ക് കേരള പൊറോട്ട വേണമെന്ന്. പൊറോട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. മലയാളികളുടെ സ്വന്തം പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. വീശി അടിക്കാതെയും വളരെ ഈസി ആയിട്ടും
ലെയർ ലെയർ ആയിട്ടുള്ള നല്ല പൊറോട്ട ഉണ്ടാക്കാൻ എത്ര എളുപ്പമാണെന്ന് നോക്കൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.